വീണ്ടും വീണ്ടും വേണമെന്ന് പറയും. അതൊരു പ്രത്യേകത. അങ്ങനെ ഉപയോഗിക്കാൻ ഉൽപ്പന്നം കിട്ടുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം. അതുകൊണ്ട് നയാ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന പേടിച്ചിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാണ്ടിരിക്കണ്ട. പല ആൾക്കാർ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കേട്ടേ കുടുങ്ങി പോകുമെന്ന് വെച്ചിട്ട് എങ്ങോട്ടോ നോക്കിയിരിക്കുക ചെയ്യാം. പിന്നെ മറ്റൊന്നും നിർബന്ധം വന്നാണല്ലോ. അതുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകില്ല. മുടക്കുന്ന പൈസ നല്ല ഉൽപ്പന്നം തരുന്നു. ഇനി അടുത്തത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നേരെ ഞാൻ സുബീഷ് സാർ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പണം ഉണ്ടാക്കാൻ ഓടുന്നവരുണ്ട്, എല്ലാവരും EMI ആണ്. അത് സത്യമാണ്. അങ്ങനെ EMI അടയ്ക്കാൻ ടെൻഷൻ അടിക്കുന്നവര്, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവര്, ഓർക്ക് നിലവിലുള്ള ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് ചെറിയ കച്ചവടം ചെയ്ത് നോക്കുന്നത്. ഈ കമ്പനിയുടെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വാങ്ങി വിൽക്കുക. ഈ നാട്ടിലെ എല്ലാ കടക്കാർക്കും ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുന്നവരാ. അത് വെൽനസ് ഉൽപ്പന്നങ്ങളായാലും കോസ്മെറ്റിക് ആയാലും അല്ലാതെ തന്നെ ഫാസ്റ്റ് മൂവിംഗ് ഗുഡ്സ് ഇഷ്ടം പോലെ നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഇനി മുളകുപൊടി, മല്ലിപ്പൊടി ഉൽപ്പന്നങ്ങൾ വേറെ ഉണ്ട്. ഏത് ഉൽപ്പന്നം വേണം നിങ്ങൾക്ക് വാങ്ങി വിൽക്കാം. വാങ്ങി വിൽക്കുന്ന സമയത്ത് സ്വാഭാവിക ലാഭം കിട്ടും. ഈ നാട്ടിലെ ഏറ്റവും മികച്ച തൊഴിലാണ് കച്ചവടം. മദ്രസ വിദ്യാഭ്യാസം തുടങ്ങിയ സമയത്ത് പഠിച്ചു വരുന്നുണ്ടാവും, ലോകത്ത് ഏറ്റവും നല്ല സിജാറത്താണ്. ലോകത്ത് ഏറ്റവും വലിയ തൊഴില് കച്ചവടമാണ്. എന്റെ കൃഷിക്കാരനാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും മികച്ച തൊഴിൽ കച്ചവടമായത്? ശരിക്കും കൃഷിയല്ല വേണ്ടത്, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലേ വിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ലോകത്ത് അത് കൃഷിയായാലും ശരി, മറ്റുൽപ്പന്നങ്ങളായാലും ശരി, ഏത് ഉൽപാദനം നടക്കുന്നുണ്ടെങ്കിലും ആ ഉൽപാദനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വിൽപ്പന നടന്നേ പറ്റുള്ളൂ. വിൽപ്പന നടന്നില്ലെങ്കിൽ ഉൽപാദനം, ആ വ്യവസായം അത് ക്ലോസ് ചെയ്തു പോകും. അതുകൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്ത വെസ്റ്റീല് കേരള സോപ്സ് ആൻഡ് ഓയിൽസ് കൂട്ടിപ്പോയത്. കേരള സോപ്സ് ആൻഡ് ഓയിൽസിന് സോപ്പ് ഉണ്ടാക്കാൻ അറിയാത്തോണ്ടല്ല. കേരളം കണ്ട ഏറ്റവും മികച്ച സോപ്പുകൾ എന്നത് വേപ്പ്, ത്രില്ല്, വീട്ടമ്മമാരുടെ കൂട്ടുകാരി എന്ന് പറയുന്ന സോപ്പായിരുന്നു വാഷ്വെൽ. ഇത്രയും മികച്ച സോപ്പ് ഉണ്ടാക്കിയ കേരള സോപ്സ് ആൻഡ് ഓയിൽ പൊട്ടിപ്പോയത് സോപ്പ് ഉണ്ടാക്കാനായിട്ടല്ല, ഉണ്ടാക്കിയ സോപ്പുകൾ വിറ്റഴിക്കുന്നതിൽ ആ മാനേജ്മെന്റ് പരാജയപ്പെട്ടു. അപ്പോ ഒരു തൊഴിൽ സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ, വ്യവസായം നിലനിൽക്കണമെങ്കിൽ, ഉൽപാദനം നിലനിൽക്കണമെങ്കിൽ വിൽപ്പന, വിതരണ സമ്പ്രദായം അത് ഏറ്റവും മികച്ചതായിരിക്കണം. അതുകൊണ്ടാണ് ലോകത്ത് വിൽപ്പനയ്ക്ക് വലിയ പ്രാധാന്യമുള്ളത്. ലോകത്ത് ഏറ്റവും മികച്ച സിജാറത്തായി മാറിയത്. ആ കച്ചവടം അവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുമോ? വാങ്ങിക്ക് വിറ്റാൽ മാന്യമായ ലാഭം ഉണ്ടാവും. ഈ നാട്ടിലെ കടക്കാരൊക്കെ ലാഭം ഉണ്ടാക്കുന്നത് പോലെ ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കാതെ ലാഭം ഉണ്ടാക്കുന്ന അവസരം നാളെ സാധാരണക്കാരുണ്ട്. ഇവിടെ സാധാരണ ഒരു കട കോഴിക്കോട് സിറ്റിയിൽ ഒരു റൂം കിട്ടണമെങ്കിൽ എത്ര രൂപ അഡ്രസ് കൊടുക്കേണ്ടി? അത് മാസം വാടക കൊടുക്കണ്ടേ? അത് അലങ്കരിക്കണ്ടേ? ഇവിടെ അതൊന്നും ചെലവില്ല. നിങ്ങളെ ബൈങ് കപ്പാസിറ്റി എത്രയാ? നിങ്ങൾ വാങ്ങിക്കാൻ കയ്യിൽ എത്ര പൈസ ഉണ്ട്? അതനുസരിച്ച് വാങ്ങി വിറ്റൻ ശേഷം വീണ്ടും പോയി വാങ്ങി, അത് വിറ്റ് വീണ്ടും വാങ്ങി ലാഭം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ വാങ്ങി വിറ്റ് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. വേണ്ടവർക്ക് ഉപയോഗിക്കാം. ഇനി ചില ആൾ പറയും, എനിക്ക് ഇങ്ങനെ സാധനം വിൽക്കാൻ പറ്റില്ല. പരിപാടി നല്ലതാണ്, ഞാൻ പത്ര പരിചയപ്പെടുത്തുക, എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. അങ്ങനെ വലിയ ബന്ധങ്ങളുടെ കുറെ ആളുകൾ നാട്ടിലുണ്ട്. അവർ ചില ഉൽപ്പന്നം വാങ്ങി വിൽക്കാൻ നിൽക്കില്ല. അവരെ കുറിച്ച് ആള് പരിചയപ്പെട്ടത്. ആ പരിചയപ്പെടുത്തുന്ന ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയോ വാങ്ങി വിൽക്കുകയോ കമ്പനിയുടെ ടേൺ ഓവർ വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ അതിന്റെ 4% ഈ പരിചയപ്പെടുത്തിയ ആളുകൾ മാറ്റി. ആരത് ചെയ്യുന്നോ ഓർക്കുന്നുണ്ട്. 450 പണിയെടുത്താൽ 450 കിട്ടും. 1000 പണിയെടുത്താൽ 1000 കിട്ടും. 5000 എടുത്താൽ 5000 കിട്ടും. അതിന് 1 ലക്ഷത്തിന് എടുത്താൽ 1 ലക്ഷം കിട്ടും. ആഴ്ചക്ക് 2.10 എടുത്താൽ 2.10 കിട്ടും. ആഴ്ചക്ക് 5 ലക്ഷം കിട്ടാവുന്ന പണിയെടുത്താലും 2.10 പ്ലാൻ വെച്ച് തരാൻ പറ്റുള്ളൂ. അങ്ങനെ 2.10 ഒരാഴ്ചയിൽ മാക്സിമം കിട്ടും. അങ്ങനെ അത് തയ്യാത്ത ആളുകൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഓരോ പേര് കൂടാതെ ഭാര്യയുടെ പേര് കൈ കൊടുക്കണോ, അല്ലെ ഭർത്താവിന്റെ പേര് കൈ എടുക്കണോ, മക്കളുടെ പേര് കൈ എടുക്കണോ. അങ്ങനെ എനിക്ക് ഒരാഴ്ചയിൽ 2.10 ഐഡി കിട്ടിയപ്പോ അത് പോരാതെ നിൽപ്പോ എന്റെ ഭാര്യയുടെ പേരിൽ ഞാൻ ഐഡി എടുത്തു. അപ്പൊ ഓളെ പേരിൽ 2.10 കിട്ടി. 2 ഐഡി 2.10 ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഹലോ, നിങ്ങൾക്ക് വേണോ? നിങ്ങൾ ചെയ്തോളി. വേറൊന്നും പറയില്ല, തള്ളാനൊന്നുമില്ല. ഇത് കാലഘട്ടത്തിന്റെ മാറ്റമാണ്. കച്ചവടങ്ങളൊക്കെ മാറിക്കൊണ്ട് നിൽക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് കോഴിക്കോട് വൻകിട ഹോട്ടലുകൾ, നല്ല ഹോട്ടലാ, സാഗർ നല്ല ഹോട്ടലാ, റഹ്മത്ത് നല്ല ഹോട്ടലാ, ടോപ്പ് ഫോം നല്ല ഹോട്ടൽ, നല്ല ഹോട്ടലുണ്ട്. ഞാൻ ഹോട്ടൽ പ്രചാരമല്ല, എന്റെ പണി നല്ല.
ഒരു കുറ്റം പറയാൻ കഴിയില്ല. ഇവിടുത്തെ നല്ല ഹോട്ടലരാ, അവിടെ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഇപ്പൊ കോഴിക്കോട് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം വിതരണം ചെയ്തത് ഈ ഹോട്ടലല്ല, സൊമാറ്റോ, സ്വിഗ്ഗിയ. ഒരു സ്വന്തമായിട്ട് അടുക്കളയില്ല, ഒരു ഇരിക്കാനുള്ള സ്ഥലമില്ല, പക്ഷേ ഒരു പറന്ന് ഭക്ഷണം നോക്കുന്നുണ്ട്. അത് അപ്ലിക്കേഷനാണ്, ഓന്റെ മൊബൈൽ അപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ആര് ഭക്ഷണം പറഞ്ഞാലും അപ്ലിക്കേഷൻ ഭക്ഷണം വീട്ടിലെത്തിക്കും. അതിന് മിഡിൽ നിന്നും പൈസ വാങ്ങുന്നുണ്ട്. അടുക്കളയില്ലാണ്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാര് സ്വിഗ്ഗിയോ സൊമാറ്റോ. വണ്ടി ഇല്ലാതെ ടാക്സി ഓടിക്കുന്നവര് അത് ഓലയും ഊബറുക. അതേപോലെ നമുക്കും ഷോപ്പില്ലാതെ കച്ചവടം ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ലക്ഷം കണ്ട് കോടികളെ സ്റ്റോക്ക് വെക്കേണ്ട ആവശ്യമില്ല. ആ സ്റ്റോക്ക് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തോളൂ. നിങ്ങൾ ഇതിന് പ്രചാരണം കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യിക്കുക. എല്ലാവർക്കും മുടക്കുന്നവർക്ക് നല്ല ഉൽപ്പന്നം കിട്ടും. ഒരാളും നാളെ ഞാൻ പറ്റിച്ചു നിങ്ങൾ പറ്റിച്ചു നമ്മളെ കയറി വരില്ല. മുടക്കി വെച്ച് നല്ല ഉദ്യോഗ സാധനം പൈസ പറഞ്ഞ അപ്പ കൈ കൊടുത്തല്ലോ, നാളെ അത് ഏർപ്പാടില്ല. വാങ്ങി ഉപയോഗിച്ച് ഇഷ്ടമുണ്ടായാൽ ഇങ്ങോട്ട് വന്ന് വാങ്ങും. വാങ്ങി ഉപയോഗിച്ചത് നല്ലതായതുകൊണ്ടാ ഇത്രയും ആളുകൾ ഇവിടെ നിന്ന് കൈയടിച്ച് ഉറവ കഴിക്കുന്നത്. ഇല്ലെങ്കിൽ കഴുത്തിൽ പിടിച്ചിട്ട് പുറത്താക്കും. 1-2 ദിവസമാണ് കേൾക്കൂ. അതിൽ കൂടുതൽ ഇവിടെ നിന്നിട്ട് മോശം ഉൽപ്പന്നം കൊടുത്ത് ഇവിടെ നിൽക്കാൻ പറ്റുമോ? പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഈ കോഴിക്കോട്? ആഹാ, നന്നായി. ഈ കഴിഞ്ഞ 2015 മുതൽ ഇങ്ങോട്ട് 11 കൊല്ലായി നടന്ന ഈ നിപ്പ് നിൽക്കുന്നത്. ഇന്ന് വരെ ഒരാൾ വന്ന് കഴുത്തിൽ പിടിച്ചിട്ടില്ല. വെറുതൊക്കെ പറയേണ്ട സാറെ കൂടുതൽ ഫോട്ടോ എടുക്കണം മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ പറഞ്ഞില്ലേട്ടാ, ഇപ്പോ 2 സീലിംഗൊക്കെ ആയി, വലിയ വരുമാനം കിട്ടി, സഞ്ചരിക്കുന്ന കാറൊക്കെ വലിയ തരത്തിൽ വലിയ വിലകളിലേക്ക് മാറിയപ്പോ ഈ മേഖലക്ക് അത് സക്സസ്ഫുൾ ആണെന്ന് പറയാൻ തുടങ്ങിയപ്പോണ്ടായിട്ടാണ്. നാളെ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഈ ഗുണമല്ലേ കിട്ടൂ. എനിക്ക് തീർപ്പിക്കാനൊന്നുമില്ല. കാലഘട്ടത്തിന്റെ മാറ്റത്തിനൊപ്പം മാറുക. ആള് ചിലപ്പോൾ കളിയാക്കി ചിരിക്കൂ. എത്രയോ പേര് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ആ കളിയാക്കുന്ന ഈ സാധനം മനസ്സിലായില്ല, ഒരിക്കലും മനസ്സിലായത്. അപ്പോ അയാൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അതും മനസ്സിലാക്കി കൊടുക്കണേ. പിന്നെ കളിയാക്കില്ല നോക്കേയില്ല. എനിക്കറിയാം ഇന്നില്ലെങ്കിൽ നാളെ ഇത് വിജയിച്ചിരിക്കുന്നു. അതുപോലെ പുതിയ മനസ്സിലാക്കി ചെറിയ കഥ പറയില്ല. പണ്ട് വീട്ടമ്മ ആട്ടിലല്ല ഇങ്ങനെ ഉഴുതാട്ടി കൊടുക്കുന്നു. ആ ചെറിയ കല്ല് ഇങ്ങനെ കറങ്ങ വലുതങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നു. വലിയ കല്ല് ചെറിയ കല്ലിനോട് കളിയായിക്കൊണ്ട് പറയണം, മോനെ ജനിക്കണം, ഞങ്ങളെപ്പോലെ ജനിക്കണം കേട്ടോ, ഇരുന്ന് കൊടുത്താൽ മതി. ഈ വട്ടം കറങ്ങ് കണ്ട് സഹിക്കാനാവില്ല. എത്ര കാലം നീ ഇങ്ങനെ കറങ്ങണം. അപ്പൊ ചെറിയ കല്ല് പറഞ്ഞ്, അങ്ങനെ എന്റെ കാര്യങ്ങൾ വിഷമിക്കണ്ട, അതേ കാലം ഞാൻ കറങ്ങേണ്ടി വരില്ല. കാലം മാറും, ഞാനിവിടെ നിൽക്കേ നിങ്ങൾ കറങ്ങി കാലം വരും. ഇത് കേട്ടപ്പോ വലിയ കല്ല് ചിരിയോട് ചിരി. ഇത്തിരി കഴിഞ്ഞപ്പോ ഗ്രൈൻഡർ കണ്ടുപിടിച്ച് ചെറിയ കല്ല് നിൽക്കാൻ തുടങ്ങി, മറ്റേ കറങ്ങാൻ തുടങ്ങി. ഹലോ, 2015 എന്നോട് കുറെ ആൾക്കാർ പറയണ ഇപ്പൊ നട്ടപ്പാലിന് പാഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ അനങ്ങാണ്ട് 2-10 വാങ്ങാണ്. ഹലോ, കാലഘട്ടത്തിലെ മാറ്റാണെന്ന്. ആ മാറ്റം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഞാൻ ഉറപ്പ് തന്നൊരു ഉറപ്പുണ്ട്. ഹലോ, ഇപ്പൊ ഗ്യാരണ്ടിയുടെ സമയമാണ്. ആ ഒരു ഗ്യാരണ്ടി മുടക്കുന്ന പൈസ മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടും. നഷ്ടസാധ്യതയില്ല. പണിയെടുക്കാൻ തയ്യാറുള്ള ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുക. വാങ്ങി വിറ്റാൽ പൈസ ഉണ്ടാക്കാം, ആളെ വിളിച്ച് പൈസ ഉണ്ടാക്കാം. ഇതിന് റെഡി ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഇഷ്ടം പോലെ ലീഡേഴ്സ് ഉണ്ട്. ഇങ്ങോട്ട് കയറി നിന്നാൽ മതി. നിങ്ങളെ കൊണ്ടുവന്നാണോ അതിന് മേലെ ലീഡേഴ്സ് എല്ലാം സഹായിക്കും. കാരണം നിങ്ങൾ വിജയിക്കുന്ന സമയത്ത് സ്വാഭാവികമായ ഒരു നേട്ടം കൊണ്ടുവന്ന വ്യക്തിക്കുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് 4% അതിന് മേലെ ലീഡേഴ്സും കിട്ടും. അതുകൊണ്ട് അയഞ്ഞ സഹായിക്കും, കണ്ടറിഞ്ഞ് കൂടെ നിൽക്കൂ. ദൈവം സഹായിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് 100 സീറ്റ് കിട്ടിയിട്ടാണ് വേറെ പാർട്ടി അധികാരത്തിൽ വന്ന് 10 ദിവസം മുതൽ ആകെ ബേജാറിലായിപ്പോയി. ആരാ മുഖ്യമന്ത്രി ഒരു പിടിയില്ല. രാഷ്ട്രീയം പറയാൻ കേട്ടാ, അതിനൊരു തർക്കമുണ്ടായി. ഇവിടെ തർക്കമില്ല. ഇവിടെ കൂടെ വന്ന് എല്ലാവരും സഹായിക്കും. കിട്ടുമ്പോ എല്ലാവരും കിട്ടും. ഒരാൾക്ക് മാത്രമായി പോവില്ല, എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നത്. അതത് വലുപ്പത്തില്ല. അവിടെ ആരും നോട്ടില്ല. എല്ലാ ലീഡേഴ്സും സഹായിക്കും. അങ്ങനെ കൂട്ടമായ പ്രവർത്തികളുണ്ട്, കൂട്ടമായ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് വലിയ റിസൾട്ട് ഉണ്ട് ഈ മേഖലക്കകത്ത്. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിൽ ലിംഗ വ്യത്യാസങ്ങളൊക്കെ അപ്പുറത്ത് ഒറ്റക്കെട്ടായതുകൊണ്ട് വരുന്നവരെ മുഴുവനും 2 കൈ നീട്ടി സ്വീകരിക്കുകയും അവരെ കൂടെ പണിയെടുക്കാൻ ഇറങ്ങി അവരെ വിജയിപ്പിച്ച് അടങ്ങും തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. നിങ്ങൾ കൂടെ നിൽക്കാണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ട്. 2 കൈ അടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ, ഇങ്ങനെ അടിച്ചാൽ ശബ്ദം ഉണ്ടാവില്ല. ഒരു കൈ നിങ്ങൾ വെക്കാറുണ്ടെങ്കിൽ ഒരു കൈ ഞങ്ങൾ വെക്കാറുണ്ട്. അങ്ങനെ ഒരുമിച്ച് നോക്കാൻ പറ്റും. ഇനി അടുത്തത്
നഷ്ടസാധനമില്ലല്ലോ. നയാ പൈസ പോയി കുറച്ച് ഒരാളും കൂടി വരണ്ട. മുടക്കുന്ന പൈസക്ക് അപ്പ സാധനം കിട്ടിക്കൊള്ളൂ. അത് ഉപയോഗിച്ച് നോക്കാം. ഞങ്ങൾ ഇപ്പൊ സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപയോഗിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി വിൽക്കാൻ തുടങ്ങിക്കോ. ഇത് വിൽക്കേണ്ട സാധനം എന്താ? ടൂത്ത് പേസ്റ്റ്. പല്ലേക്കകത്ത് ആരെങ്കിലും നാട്ടിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അയൽവട്ടത് 10, 20, 10, 30, 19 വീട് നോക്ക്. പല്ലേക്കകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇത് കൊണ്ട് വിൽക്കാൻ വലിയ പ്രയാസമുണ്ടോ? പറയില്ല, ഞങ്ങൾ പുതിയ പേസ്റ്റ് ഉപയോഗിച്ച് നോക്ക്. ഉപയോഗിച്ചാൽ മതി, അത് തന്നെ മതിയെന്ന്. അങ്ങനെ നിങ്ങളെ വീട് ചുറ്റുള്ള നിങ്ങളെ അയൽവാസികള്, നിങ്ങളെ റെസിഡൻസ് അസോസിയേഷൻ, നിങ്ങളെ അയൽക്കൂട്ടങ്ങള്, നിങ്ങളെ കുടുംബശ്രീ യൂണിറ്റുകള്, അതിനകത്തുള്ള 10, 20 കുടുംബം മാത്രം നമ്മൾ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ചാൽ നാളെ നേരെ കൊടുക്കും 20 കുടുംബം നമ്മളെ പേസ്റ്റ് കൊണ്ട് പല്ല് വെച്ചാൽ നിങ്ങളെ പോക്കറ്റിൽ പൈസ കയറും. നമ്മളെ സോപ്പ് വെച്ച് കുളിച്ചാൽ നിങ്ങളെ പോക്കറ്റിൽ പൈസ കയറും. നമ്മളെ ഹെയർ ഓയിൽ വെച്ചാൽ നമ്മളെ പോക്കറ്റിൽ പൈസ കയറും. ഓരോ നല്ല ഐലൈനറും ലിപ്സ്റ്റിക്കും മറ്റേ ക്യൂടെക്സ് നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല സുന്ദരനും സുന്ദരിയാവും. നമ്മൾ നല്ല പൈസക്കാരും. അതുകൊണ്ട് എന്താ സംഭവം? ഒരു സന്തോഷം, നമുക്ക് സന്തോഷവും. ഒരാളും കരയില്ല. അത്രയ്ക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി മനസ്സിലായിട്ടെങ്കിൽ ഏറ്റെടുക്കുക. ഹലോ, ഈ ഹലോ മറ്റേ കമ്പനിയുടെ ബ്രാൻഡ് ഹലോ അല്ല, എന്റെ ഹലോ ആണ്. നിങ്ങൾ ധൈര്യമായി ഏറ്റെടുക്കുക. നിങ്ങളുടെ കയ്യിൽ എത്ര പൈസയില്ല ആ പൈസക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതിന് സ്റ്റാർട്ട് ചെയ്യാൻ ലക്ഷങ്ങൾ വേണം നിർബന്ധമൊന്നുമില്ല. 5000 രൂപയാണ് കമ്പനി പറയുന്ന ഒരു ഐഡിയ ആക്റ്റീവ് ആകാൻ വേണ്ടത്. 500 രൂപ 500 രൂപ ഉൾപ്പെടെ വാങ്ങുക, 1000 വാങ്ങുക, 5000 വാങ്ങുക, 50,000 വാങ്ങുക. നിങ്ങളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഉൽപ്പന്നം വാങ്ങുക. വാങ്ങി ഉപയോഗിക്കുക, വാങ്ങി നോക്കുക, ആളെ പരിചയപ്പെടുത്തുക. എന്നിട്ട് നാളെ ഇഷ്ടംപോലെ ഇൻകം ഉണ്ടാകട്ടെ. ആ ഇൻകം ഉണ്ടാകുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ നേട്ടം പറയുന്നത് നല്ലൊരു ടീം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ 10 ദിവസം കിടന്നു പോയാലും ഇൻകം കിട്ടും. കാരണം നമ്മളെ കൂടുതൽ ആൾ ഉൽപ്പന്നം വാങ്ങി ഇട്ടുകൊടുക്കും, നമ്മളെ കൂടുതൽ ആൾ ഉൽപ്പന്നം ഉപയോഗിച്ചു കൊടുക്കും. സ്വാഭാവികമായും വീട്ടിൽ കിടക്കുന്ന സമയത്ത് പാസിറ്റീവ് ഇൻകം വരും. പണിയെടുക്കാത്ത സമയത്തും വരുമാനം കിട്ടും. ഇനി നാളെ മരിച്ചു പോയാലോ? മരിക്കുന്ന സമയത്ത് എല്ലാവരെയും വിഷമം എന്നെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഭാര്യ അല്ല മക്കൾ, അതിനെ കുറിച്ച് പലർക്കും ടെൻഷൻ ഉണ്ടാവുക. ആ ടെൻഷനും വേണ്ട. കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ച ടീം ഉണ്ടാക്കുന്ന വരുമാനം ആ ID നമ്പറിൽ ആളുടെ പേരൊക്കെ മാറ്റും, നിങ്ങൾ നോമിയുടെ പേരേക്ക് മാറ്റും. നിങ്ങൾ പ്രവർത്തിക്കാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഭൂമിയിൽ ഇല്ലാതെ പോയി കഴിഞ്ഞാലും ആ വരുമാനം നിങ്ങൾ ആഗ്രഹിച്ച കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക്, ഉദ്ദേശ സംഘത്തിന്റെ പേരിലേക്ക് മാറ്റി കൊടുക്കും. ആ പൈസ വീട്ടിലുള്ളൂ. അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ ഇല്ലാതെ പോകുന്ന സമയത്ത് ഇന്നത്തെ എഫേർട്ട് റിസൾട്ട് നമ്മുടെ കുടുംബത്തിന് കിട്ടും. അപ്പൊ ഇന്ന് പണിയെടുത്താൽ ഇഷ്ടം പോലെ ഇന്നോ, നാളെ 10 ദിവസം കിടന്നു പോയാലിന്നോ, നാളെ മരിച്ചുപോയ ഫാമിലിക്കോ. ഇതിനേക്കാൾ കൂടുതൽ എന്തായാലും ആഗ്രഹിക്കുന്നത് ഇതിലും വരുന്ന സ്വപ്നങ്ങളിൽ മാത്രം, ഇനി അപ്പുറത്തേക്കില്ല. അതുകൊണ്ട് ഞാൻ തോന്നുന്നുണ്ട് നന്നായി പണിയെടുത്തിട്ടുണ്ട്. എനിക്ക് 450 രൂപ കൊണ്ട് വരുമാനം കിട്ടിയിട്ടുണ്ട്. ആഴ്ച വരുമാനം 210 കിട്ടിയിട്ടുണ്ട്. 2 ID കിട്ടിയിട്ടുണ്ട്. ഒരു ID WTC പോലെ ഏകദേശം 30 കോടി മാച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. 30 കോടി മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 4,20,00,000 കിട്ടുന്നത്. അപ്പൊ അതിന് മേലെ മാച്ച് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി കിട്ടിയിട്ടുണ്ടാവും. ഒരു ID ITC ആണ്. 10 കോടി മാച്ച് ചെയ്യുമ്പോൾ ITC ആകുക. 20 കോടിയുടെ മേലെ അത് മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് കോടി കിട്ടിയിട്ടുണ്ട്. പിന്നെ റീറ്റെയിൽ പ്രോഫിറ്റും പെർഫോമൻസ് ബോണസും ലോയൽറ്റി ഇൻകം ഒക്കെ വേറെ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി കുറച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പെണ്ണുങ്ങളെ വയസ്സും ആണുങ്ങളെ വരുമാനവും അങ്ങനെ പറയാറില്ല, ഞാൻ പറയുന്നില്ല. കുറെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ എടുത്താൽ നിങ്ങൾക്ക് കിട്ടും, ഞങ്ങളെടുത്ത പണി നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് കിട്ടും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട്, മുടക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നഷ്ടസാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ വരുമാനമുള്ളൂ എന്ന സത്യം കൂടി പറഞ്ഞുകൊണ്ട്, വെറുതെ നയ പൈസ കിട്ടില്ല. ഇവിടെ കയറിനാൽ വോട്ട് കളയാ, കയറിനാൽ പോലീസറാ, അങ്ങനെ പറഞ്ഞിട്ടില്ല, ആവുകയില്ല. പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരുമിച്ച് വിജയിക്കാമെന്ന് മാത്രം എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ GTS മനോഹരമായി പ്രസന്റ് ചെയ്ത നമ്മുടെ ബാലു സാറിനെ, എക്സ്പീരിയൻസ് പറഞ്ഞ ലീഡേഴ്സിന്, അതിലുപരി ഇത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ നന്ദിയും വിജയാശംസകൾ തന്നുകൊണ്ട് ഈ പ്രസന്റേഷൻ അവസാനിച്ചറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈ.